ഹായ്. അപ്പോൾ നമ്മുടെ ശ്രീ എമ്മിനെ പറ്റി സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ശ്രീ എം മുംതാസ് അലി ഖാൻ എന്ന പേരിൽ ജനിച്ച ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച നമ്മളെ തിരുവനന്തപുരം വഞ്ചിയൂരിൽ ജനിച്ച ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മിസ്റ്റിക്കാണ് അദ്ദേഹം, ഒരു യോഗിയാണ് അദ്ദേഹം. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് അദ്ദേഹം ഒരു ഫ്രോഡാണോ? കാരണം അദ്ദേഹം ഒരുപാട് അൺബിലീവബിൾ ആയിട്ടുള്ള ക്ലെയിമുകൾ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു കാലഘട്ടത്തിൽ പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത ചില ക്ലെയിമുകൾ. മിക്കവാറും ഈ സ്പിരിച്വൽ പാത്തിൽ ഒരുപാട് ഉയർന്ന എന്താ ഫോളോയിങ് ഒക്കെ ഉള്ള ആരും ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ക്ലെയിംസ് ചെയ്യാറില്ല. ഇദ്ദേഹം അത് പലതും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സ്പിരിച്വൽ പാത്ത് കൊണ്ട് ലാഭമുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഇത്തരം ഇതൊക്കെ ചെയ്യുകയാണോ എന്നൊക്കെ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. സത്യമായി ഞാൻ ശ്രീ എമ്മിനെ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിനെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഞാൻ പറയാം ഇവിടെ. അപ്പോൾ അദ്ദേഹം ശരിക്കും ഏതവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നുള്ളതാണ് വാസ്തവം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ പറയാം. നിങ്ങളത് കേട്ട് നോക്കൂ. യു ക്യാൻ ജഡ്ജ് ഫോർ യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ സ്റ്റോറി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഓൾറെഡി. അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്ത് വഞ്ചിയൂർ ഒരു കോൺട്രാക്ടറിൻ്റെ മകനായി ജനിച്ച മുംതാസ് അലി ഖാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ അമ്മമ്മ എനിക്ക് തോന്നുന്നൊരു സൂഫി പാരമ്പര്യം പിന്തുടർന്ന് വന്ന ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ ഒരു സ്പിരിച്വൽ പാത്തിനുള്ളൊരു ചെറിയ ചെറിയ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കുട്ടിക്കാലത്ത് വളരെ റെസ്റ്റ്ലെസ് ആയ ഒരു കുട്ടിയായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്ത് മോഡൽ സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. പഠിച്ചിരുന്ന കാലം മുതൽ അദ്ദേഹത്തിന് ആത്മീയതയിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ള വാസ്തവമാണ്. 1948 അദ്ദേഹം ജനിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന് 78 വയസ്സുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ആത്മീയ അന്വേഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ നടത്തിയതായിട്ട് പറയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ സിദ്ധികളെ പറ്റിയുള്ള ടോക്സ് വന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ സ്കൂളിലൊക്കെ പഠിച്ച ആളുകൾ, ഇന്ന് തിരുവനന്തപുരത്ത് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹം തൊട്ടാൽ അസുഖം മാറും, അങ്ങനെയൊക്കെ ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട്. എന്തുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കാണുന്നത് എനിക്ക് തോന്നുന്നു ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്, അദ്ദേഹം കൈരളി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചാനലിൽ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ നിന്നാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചാനൽ സാധാരണ ഇത്തരം ആളുകളെ ഒരു ആത്മീയ ഗുരുവിനെ കൊണ്ടുവന്ന് ഇൻ്റർവ്യൂ ചെയ്യാറില്ല. പക്ഷേ ശ്രീ എമ്മിനെ അവിടെ വന്നിട്ടുണ്ട്. എന്താണ് കാരണം എന്ന് എനിക്കറിയില്ല. അദ്ദേഹം എനിക്കത് പിന്നീട് എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനുമായിട്ട് അടുത്ത സുഹൃത്താണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിവേ, അപ്പോൾ ഈ മുംതാസ് അലി ഖാൻ എങ്ങനെ ഇന്നറിയപ്പെടുന്ന ശ്രീ എമ്മായി? ശ്രീ എമ്മ എന്ന് അദ്ദേഹത്തിനെ വിളിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് മഹേശ്വർനാഥ് ബാബാജി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു അദ്ദേഹത്തിന് കൊടുത്ത പേര് മധുകർനാഥ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുംതാസ് അലി ഖാൻ എന്നാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ആദ്യത്തെ അക്ഷരം എം ആയതുകൊണ്ടായിരിക്കും അദ്ദേഹം ശ്രീ എം എന്നുള്ള പേരെടുത്തത്. അദ്ദേഹം 9 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പെരേടത്തിൽ വെച്ചൊരു പെട്ടെന്നൊരു ഭിക്ഷുവിനെ കണ്ടു എന്നാണ് പറയുന്നത്. ഒരു സന്യാസിയെ കണ്ടു അദ്ദേഹത്തിനോട് ആ സന്യാസി വന്ന് എന്തൊക്കെയോ ഹിന്ദിയിൽ സംസാരിച്ചു. അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. കുറച്ച് കഴിയുമ്പോൾ ആ സന്യാസി പോയി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അന്ന് മുതലാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്തതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹവും പിന്നീട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അന്ന് കേരളത്തിലെ ഒരുപാട് മിസ്റ്റേക്കുകൾ മുമ്പ് ഇപ്പോഴും ഒക്കെ ഉണ്ട്. അതിലൊരു ഫേമസ് ആളായിരുന്നു ട്രിവാൻഡ്രത്ത് ഭീമാപ്പള്ളിക്ക് അടുത്തൊക്കെ ആയിട്ടുണ്ടായിരുന്ന കാലടി മസ്താൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഈ കാലടി മസ്താൻ്റെ അടുത്ത് നിന്ന് ഒരു ഗ്ലാസ് ചായ, അദ്ദേഹം കുടിച്ച ചായയുടെ ബാക്കി ഇദ്ദേഹത്തിന് കൊടുത്തപ്പോൾ ഇദ്ദേഹം അത് കുടിച്ചെന്ന്, അതിന് ശേഷം ഇദ്ദേഹം ഒരു ഭയങ്കര ട്രാൻസ് സ്റ്റേറ്റിലേക്ക്, അതായത് ബ്ലിസ്ഫുള്ളായി പറയാനറിയിക്കാതെ ഒരു 4 ദിവസത്തോളം ഒരു വല്ലാത്ത ഒരു എക്സ്റ്റാറ്റിക് അവസ്ഥയിലായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെ ഒരു കഥയുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയ അന്വേഷണം വെച്ചാൽ അന്ന് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഫേമസ് ആയിരുന്നു. ട്രിവാൻഡ്രം കന്യാകുമാരി ഭാഗത്തൊക്കെ ഫേമസ് ആയിരുന്നു. ഒരുപാട് ഈ മരുത്തുവാമലയിൽ അദ്ദേഹം പോകുമായിരുന്നു. ഒരുപാട് സിദ്ധന്മാർ അദ്ദേഹം കാണുമായിരുന്നു. ഇപ്പോൾ മായിയമ്മയുടെ അടുത്ത് അദ്ദേഹം പോയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ട്രിവാൻഡ്രത്തുണ്ടെന്ന് രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആളാണ്. അദ്ദേഹത്തിന് മിക്കവാറും ആത്മീയ യാത്രയിലൊക്കെ കൂടെ പോയിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇദ്ദേഹത്തോടൊപ്പം മായിയമ്മയെ കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു ആഹാരം കഴിച്ച് അദ്ദേഹത്തിന് എന്തൊക്കെയോ അനുഭവങ്ങളുണ്ട്. അതെന്താണെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഇപ്പോഴും ശ്രീ എമ്മിൻ്റെ സുഹൃത്താണ്. എനിവേ, അപ്പോൾ ശ്രീ എമ്മിനെ പറ്റി അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കുട്ടിക്കാലം മുതലേ വളർന്നു വന്ന ആളുകളൊക്കെ പറയുന്നൊരു കാര്യമാണ്. ഇത്രയും കാലം ഒരാൾക്ക് ഒരു ആക്ട് പുട്ട് ഓൺ ചെയ്യാൻ പറ്റും, അതായത് ഒരു വളരെ ചെറിയ പ്രായം മുതൽ 78ാമത്തെ വയസ്സ് വരെ പുട്ട് ഓൺ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് പോസിബിൾ. ഇനി അദ്ദേഹത്തിൻ്റെ 18ാമത്തെ വയസ്സിലാണ് അദ്ദേഹം
കോളേജിലൊക്കെ ആവാറായ ഒരു ടൈമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നാട് വിട്ട് ഇനി ഒരു ഗുരുവിനെ കണ്ടെത്തിയാൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ, എനിക്ക് എങ്ങനെയെങ്കിലും ആത്മജ്ഞാനം നേടണം എന്നുള്ള ആവശ്യവുമായിട്ട് അദ്ദേഹം നമ്മുടെ നാട് ഉപേക്ഷിച്ച് വീട്ടിലൊന്നും പറയാതെ നാട് വിട്ടു പോയി. വീട്ടിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തിരക്കാൻ ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് രഞ്ജിത്തിനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ പറയുന്ന പോലെ ഹിമാലയത്തിലേക്ക് പോയി. ഈ ആത്മീയാന്വേഷണം എല്ലാവരും ചെയ്യുന്നത് ഹിമാലയത്തിലേക്കായിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹവും ഹിമാലയത്തിലേക്ക് പോയി. അവിടെ അദ്ദേഹം ഒരുപാട് നാൾ അലഞ്ഞു നടന്നു. പക്ഷേ ഒരു ഗുരുവിനെയും കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അവസാനം അദ്ദേഹം എനിക്ക് തോന്നുന്നു ബദ്രീനാഥിൻ്റെ ഒരു ഭാഗത്ത് ഒരു വെള്ളച്ചാട്ടത്തിൽ പോയി ചാടി ആത്മഹത്യ ചെയ്യാം എന്ന് പ്രതീക്ഷിച്ച് പോയി. കാരണം ഇനി വീട്ടിൽ പോയിട്ട് കാര്യമില്ല, ചിലപ്പോൾ ഈ ജന്മത്തിൽ ഈ ശരീരം കൊണ്ട് എനിക്ക് മോക്ഷം നേടാനുള്ള യോഗമില്ലായിരിക്കും എന്ന് വിചാരിച്ചാണ് അദ്ദേഹം അതിന് പോകുന്നത്. പക്ഷേ ആ വഴിയിൽ വെച്ച് അദ്ദേഹം വ്യാസഗുഹയുടെ ഉള്ളിൽ വെച്ച് അദ്ദേഹം 9ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പിൻഭാഗത്തുള്ള ഗാർഡനിൽ കണ്ട വ്യക്തിയെ വീണ്ടും കണ്ടു എന്നാണ് പറയുന്നത്. ഒരു മാറ്റവുമില്ലാതെ ഇത്രയും വർഷം കഴിഞ്ഞ് അതേ രൂപത്തിലുള്ള ആളെ കണ്ടെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, നീ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തിരിച്ചെത്തിയല്ലേ എന്ന് പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹം ആ ഗുരുവിനോടൊപ്പം ജീവിക്കുകയുണ്ടായി. മഹേശ്വർനാഥ് എന്നായിരുന്നു ആ ഗുരുവിൻ്റെ പേര്. അദ്ദേഹം നമ്മുടെ ഈ മഹാവതാർ ബാബാജിയുടെ ശിഷ്യഗണത്തിൽ ഒരാളാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ മധുകർനാഥുമായിട്ട് അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് ഇദ്ദേഹം എഴുതിയ ഒരു ബുക്ക് വളരെ ഫേമസ് ആണ്. അദ്ദേഹം അത്യാവശ്യം ഇത്തരം ഒരു സ്പിരിച്വൽ ടീച്ചർ എന്നുള്ള രീതിയിൽ വളർന്നു വന്നത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രായമായതിനു ശേഷമാണ്. അതിനുശേഷം തന്നെയും അദ്ദേഹത്തിന് അത്യാവശ്യം ഔട്ട്റീച്ച് ഉണ്ടെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഔട്ട്റീച്ച് ഉണ്ടായിരുന്നില്ല. ഈ ഒരു ബുക്ക് ഓട്ടോബയോഗ്രഫി ഓഫ് ആൻ യോഗി എന്ന് പറയുന്ന ബുക്കാണ് അദ്ദേഹത്തിന് ഭയങ്കര ഔട്ട്റീച്ച് ഉണ്ടാക്കി. പക്ഷേ ഈ ബുക്സിലെ ക്ലെയിംസ് പലർക്കും ഇന്നും ഡൈജസ്റ്റബിൾ അല്ലേ. ആത്മീയത ഫോളോ ചെയ്യുന്ന, പ്രത്യേകിച്ച് അദ്വൈതത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾക്ക് പോലും ഈ ബുക്കുകൾ അത്രയും ഡൈജസ്റ്റബിൾ അല്ല. കാരണം ഇതിനുള്ളിൽ ഈ അന്യഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാൻ നാഗമനുഷ്യരെ പറ്റിയും അന്യഗ്രഹത്തിലേക്ക് ഇദ്ദേഹം പോയി അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഇടപെട്ടു എന്നും അങ്ങനെ പല ക്ലെയിമുകൾ അദ്ദേഹത്തെ ഗുരുവുമായി ബന്ധപ്പെട്ട് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പല ആളുകൾക്കും ഒട്ടും അക്സെപ്റ്റബിൾ. അദ്ദേഹം യതിയെ കണ്ടതായി അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്. ഹിമാലയത്തിലുള്ളൊരു മഞ്ഞ് മനുഷ്യനാണ് യതി. ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, കണ്ടതായി പറയുന്നുണ്ട്. അങ്ങനെ പല പല അൺഎക്സ്പ്ലെയിനബിൾ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗുരുവുമായി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കടന്നു പോയതായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഈ വാരണാസിയിലൊക്കെ പോയി കഞ്ചാവ് മാത്രം ഉപയോഗിക്കുന്ന ഗുരുക്കന്മാരുമായിട്ട് അഹോരിമാരുമായിട്ട് കുറേ നാൾ സ്പെൻഡ് ചെയ്തത്, ഒരു 3 മാസത്തോളം സ്പെൻഡ് ചെയ്തതൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയുടെ ഭാഗങ്ങളായി പറയപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഈ മഹേശ്വർനാഥ് ബാബാജി അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇപ്പോൾ പോയിക്കോളൂ, ഒരു കുടുംബസ്ഥനായി ജീവിക്കൂ, നിനക്ക് സമയമാകുമ്പോൾ ഞാനൊരു സിഗ്നൽ തരാമെന്ന് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹം പിന്നെയും ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് ഇന്ത്യയിലെ പല ഭാഗത്ത് പോയി. അദ്ദേഹം കുറേ നാൾ ഒരു ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജിത്തു കൃഷ്ണമൂർത്തിയുടെ മാതനപ്പള്ളിയിലുള്ള ആ ഒരു ജിത്തു കൃഷ്ണമൂർത്തി ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കണക്റ്റായി. അദ്ദേഹം ജിത്തു കൃഷ്ണമൂർത്തി നേരിട്ട് അറിയാമായിരുന്നു, ഒരുപാട് ഡിസ്കഷൻസൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ജിത്തു കൃഷ്ണമൂർത്തി ഫൗണ്ടേഷനിൽ വെച്ചാണ് അദ്ദേഹം സുനന്ദ എന്ന് പറയുന്ന പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. അവർ വിവാഹം കഴിച്ചു, അവർക്കിപ്പോൾ 2 മക്കളുണ്ട്. അവരിപ്പോഴും സ്റ്റിൽ മാരീഡ്. എനിക്കതൊരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം ചെന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഗുരു ഇങ്ങനെ ഓരോ സിഗ്നൽസ് അദ്ദേഹത്തിന് കൊടുക്കാൻ തുടങ്ങിയത്, ലൈക്ക് സ്റ്റാർട്ട് ടീച്ചിങ് എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ അദ്ദേഹം പിന്നീട് പയ്യെ ഇങ്ങനെ ആത്മീയപരമായ കാര്യങ്ങളിൽ പലർക്കും ക്ലാസ് എടുക്കാനും ക്രിയായോഗ ഇനിഷ്യേറ്റ് ചെയ്യാനും തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗുരുവിനെ ആരും കണ്ടിട്ടില്ല. ഇദ്ദേഹമല്ലാതെ വേറെ ആരും കണ്ടതായി ഇതുവരെയായിട്ടും പറയപ്പെട്ട് ഞാൻ കേട്ടിട്ടുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ഒരു ഫോട്ടോ പിന്നീട് ഇദ്ദേഹം തന്നെ വരയ്ക്കുകയാണ് ഉണ്ടായത്. ആ വരച്ചുണ്ടാക്കിയ ഫോട്ടോയിലെ ഗുരുവാണ് ഇന്ന് നമുക്ക് ഈ ഫോട്ടോയിൽ ഞാനിപ്പം ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും വീഡിയോയിൽ, ആ ഫോട്ടോയിലുള്ള വ്യക്തി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗുരുവിനെ ഇദ്ദേഹം മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെ ആരും കണ്ടതായി ആരും ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല. ഈ ഒരു വ്യക്തി ഇദ്ദേഹത്തിന് മാത്രമേ അറിയൂ. ഇദ്ദേഹത്തിൻ്റെ ഗുരു വളരെ എറ്റേണലാണെന്നും എപ്പോഴും സൂക്ഷ്മ ശരീരത്തിൽ പോകാനും ഏത് നിമിഷവും എവിടെയും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നാണ് ഇദ്ദേഹം തന്നെ പറയുന്നത്. ഈ ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന് പറയുന്ന ബുക്കിന് അദ്ദേഹം പിന്നീട് ദ ജേണി കണ്ടിന്യൂസ് എന്നൊരു 2ാം ഭാഗവും എഴുതിയിട്ടുണ്ട്. 2017 ആ ബുക്ക് റിലീസാകുന്നത്. അതിനകത്ത് പിന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എൻ്റെ എല്ലാ കിളിയും പോയത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വായിക്കുമ്പോൾ തോന്നുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാണ് എൻ്റെ ആമുഖം തുടങ്ങുന്നത്. അതിനകത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒരിക്കലും ഒരു ലീനിയർ തിങ്കിങ് ഉള്ള ആളുകൾക്ക് എക്സ്പെക്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം ഏകദേശം 5000 വർഷത്തോളം കടന്നു വന്ന പല ജന്മങ്ങളുടെ കഥകൾ അതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം സ്ത്രീയായി ജീവിച്ച കാലഘട്ടത്തിലും മറ്റ് പല കാലഘട്ടം ബാബാജിയെ നേരിട്ട് കണ്ട കാര്യവും പിന്നെ ഏലിയൻസ്, അങ്ങനെ പല പല
ഒരിക്കലും നമുക്ക് ഒരു ലോജിക്കൽ തിങ്കിങ്ങിൽ ഒരിക്കലും ഒരു ഭൗതികമായി ചിന്തിക്കുന്ന ഒരാൾക്ക് അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ക്ലെയിംസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നതായിട്ട് അദ്ദേഹം ആ ബുക്കിലും പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്നെ വളരെ ഫാസിനേറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അത് നമ്മുടെ എൻ്റെ നാട്ടുകാരനാണ്, അദ്ദേഹം മലയാളിയാണ്, ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഗുരുവാണ്. അപ്പോൾ എനിക്കെന്തോ അദ്ദേഹത്തെ കാണാനൊരു ചാൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ഹിം. ഒരു റിയാലിറ്റിയുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല. കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഞാനൊരു കുറച്ച് നാൾ മുമ്പാണ് ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം ഒരു രുദ്രാക്ഷം മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇതുപോലെ അദ്ദേഹം പല വീഡിയോയിലും ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഭസ്മം ചെയ്യുക, രുദ്രാക്ഷം പ്രൊഡ്യൂസ് ചെയ്യുക. പണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സായിബാബയാണ് ഇത്ര ആക്റ്റുകൾ ലൈവ് ഓൺ ക്യാമറ ചെയ്തിട്ടുള്ളതാണ്. അതിന് ഒരുപാട് നെഗറ്റീവ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ അത് ചെയ്യുന്നപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ടോക്സൊക്കെ കണ്ട ആളുകൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇദ്ദേഹം ഒരു കോമൺ സെൻസ് ഇല്ലാത്ത വ്യക്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു കോമൺ സെൻസ് ഇല്ലാത്തൊരു വ്യക്തി അല്ലാതിരുന്നിട്ട് പോലും ഇദ്ദേഹം ഒരു മിസ്റ്റിക്കൽ ആക്ട്, അതായത് ഇപ്പോൾ ഒരു രുദ്രാക്ഷം മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു കാര്യം ഒരു ലൈവ് ക്യാമറയിൽ ചെയ്യുമ്പോൾ ഇത് വേണമെങ്കിൽ ഡീബങ്ക് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് വരും. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന് അറിയാമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ബട്ട് അദ്ദേഹം അത് സ്റ്റിൽ ചെയ്യുന്നുണ്ട്. ആരും അതിനെ ഡീബങ്ക് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വീഡിയോയിലൊരു പ്രൂഫ് കിട്ടിയതായിട്ട്, അതായത് ഡീബങ്ക് ചെയ്യുന്നൊരു പ്രൂഫ് കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അല്ലാതെ ഒരു രുദ്രാക്ഷം കയ്യിൽ മാനിഫെസ്റ്റ് ചെയ്യുക, ഒരു ഭസ്മം എടുക്കുക, ഇതൊക്കെ എവരി ആവറേജ് മെഡിറ്റേഷന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഈവൻ ക്യാമറയിൽ കോട്ടപ്പ് ചെയ്യാതെ. ഇദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർ നാച്ചുറൽ ആസ്പെക്റ്റുകളെ പറ്റി എനിക്കറിയില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കഥകൾ, ഇദ്ദേഹത്തിൻ്റെ ബുക്ക് വായിച്ചവർക്കൊക്കെ അറിയാം. അതിനകത്ത് ഇത്തരം കഥകൾ ഇങ്ങനെ വന്ന് പോകും. അപ്പോൾ ഇദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇതിപ്പോൾ റീസെൻ്റായിട്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളായി വളർന്നു വന്ന ആളുകൾ ഉൾപ്പെടെ ഒരുപാട് പേര് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നത് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ആളുകളുണ്ട്. വളരെ ചെറുപ്പത്തിൽ, അദ്ദേഹത്തിനൊരു 10-12 വയസ്സ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമയത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കിതൊരു വലിയ ഫാസിനേഷൻ തന്നെയായിരുന്നു എല്ലാ കാലത്തും. ഇന്ന് അദ്ദേഹത്തിനൊരു മദനപ്പള്ളിയിലൊരു സ്കൂൾ അദ്ദേഹം നടത്തുന്ന ഒരു ഫൗണ്ടേഷൻ അദ്ദേഹത്തിനുണ്ട്, ഫ്രീ എം ഫൗണ്ടേഷൻ. മദനപ്പള്ളിയിൽ ഫ്രീ ആയിട്ട് കുറേ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളും അതിനെ ഫണ്ട് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അതിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ബോർഡിംഗ് സ്കൂളും അദ്ദേഹം നടത്തുന്നുണ്ട്. പിന്നെ നമുക്ക് ഇദ്ദേഹത്തിന് 2011 ശേഷം കിട്ടിയ ഒരു ഔട്ട്റീച്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം എന്നിട്ട് അദ്ദേഹം ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ചാണ് സ്വീകരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഇഫ് യു വാണ്ടഡ് ടു ഹീ ക്യാൻ ഫ്ലൈ ഹൈ മോർ ദാൻ വാട്ട് ഹീ ഈസ് റൈറ്റ് നൗ. അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽക്കാലും ഒരുപാട് മേഖലയിലേക്ക് ഒരു ഫോളോയിങ് കീപ്പപ്പ് ചെയ്യാനും വളർത്താനൊക്കെ സാധിക്കും എന്നുള്ള പൊട്ടൻഷ്യൽ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഒരു ഒരു പരിധിക്കപ്പുറം പുറത്തേക്ക് പോകുന്നത് ഞാൻ കാണുന്നില്ല. എന്താണ് കാര്യം എന്ന് എനിക്കറിയാം. അദ്ദേഹം ഒരു ഹിഡൻ ഗുരു ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഒരു ലേറ്റ് പീരീഡിലാണ് അദ്ദേഹം ഒരു ഫെയിം അല്ലെങ്കിൽ 10 പേര് അറിയുന്ന ഒരു ഗുരു, ഒരു ടീച്ചർ എന്നുള്ള രീതിയിലേക്ക് മാറിയത്. അദ്ദേഹം ക്രിയായോഗ, മഹേശ്വർ ബാബാജിയെ ആയാലും അതിന് മുമ്പത്തുള്ള മഹാവതാർ ബാബാജി ആയാലും ഇവരെല്ലാവരും ഈ ക്രിയായോഗ ആണ് അവരുടെ ഒരു ടീച്ചിങ് ആയിട്ട്, അതായത് പ്രാക്ടീസായിട്ട് ഇനീഷ്യേറ്റ് ചെയ്ത് വിടുന്നത്. ഇദ്ദേഹവും ക്രിയായോഗ തന്നെയാണ് ഫോളോ ചെയ്തത്. ഇദ്ദേഹം ഇപ്പോൾ ക്രിയായോഗയിലേക്ക് ആളുകളെ ഇനിഷ്യേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരെയും അദ്ദേഹം ഇനിഷ്യേറ്റ് ചെയ്യാറില്ല എന്നുള്ളതും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ അടുത്ത് വരുന്ന ആരെയും ഇനിഷ്യേറ്റ് ചെയ്ത് വിടാം, വേണമെങ്കിൽ അതിനൊരു ഫീസ് വെച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ എല്ലാവരെയും ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരു യാത്ര, ഇവിടെ നമ്മുടെ കന്യാകുമാരി ടു കാശ്മീർ ഒരു യാത്ര ആസ് പാർട്ട് ഓഫ് പീസ് ഒക്കെ നടത്തിയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ ഒരു 2010 ശേഷം എപ്പോഴോ ആയിരുന്നു. ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് 2020 പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. പിന്നെയും ഒരുപാട് റെക്കഗ്നിഷൻ അദ്ദേഹം ചെയ്യുന്ന ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു പീസ് ആൻഡ് ഹാർമണിക്ക് വേണ്ടി നടന്ന മൂവ്മെൻറ്റ്സൊക്കെ ഒരുപാട് വൈഡ് സ്പ്രെഡ് അറ്റൻഷൻസ് നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലെയിംസ്, അദ്ദേഹത്തിൻ്റെ ഈ ആത്മകഥയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസാണ്. അദ്ദേഹം കാണുന്ന ലോകമാണ്. അപ്പോൾ അദ്ദേഹം കാണുന്ന ലോകത്തിന് അദ്ദേഹത്തിന് മാത്രമേ കാണാൻ പറ്റൂ. എനിക്കൊരിക്കലും അത് കാണാൻ സാധിക്കില്ല, നിങ്ങൾക്കും കാണാൻ സാധിക്കില്ല. അത് ശാസ്ത്രീയമായി തെളിയിക്കാൻ നോട്ട് പോസിബിൾ. ഇനി ഒരു ഫാർ ഫ്യൂച്ചറിൽ പോലും സയൻസിന് അത് പോസിബിൾ. ഒരാളുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ ഫാർ ഫ്യൂച്ചറിൽ പോലും സയൻസിന് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സോ വി കാൺ സേ വാട്ട് ഹീ സോ ഈസ് റിയൽ ഓർ നോട്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്സ് നിങ്ങൾ വായിക്കുക.
നിങ്ങൾക്ക് പിന്നെ പറഞ്ഞല്ലോ അതെ, ഇഫ് യു ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്, ഇറ്റ്സ് ഗുഡ് ഫോർ യു. നിങ്ങൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്രം എക്സ്പീരിയൻസ് ആണ്. എനിവേ, ഐ ഹോപ്പ് യു എൻജോയ് ദ സ്റ്റോറി. താങ്ക് യു.